5-ാം തീയതി നടത്തിയ ഈ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ പരിശോധിച്ചോ? പോലീസ് പരിശോധിച്ചിട്ട് അല്ലെങ്കിൽ ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് എന്താണ് കിട്ടിയിരിക്കുന്ന ഉപദേശം? അതും സൈലന്റ് ആണ്, ആ ഭാഗവും സൈലന്റ് ആണ്. അപ്പോൾ ഇതിൽ കേസെടുക്കാനൊന്നും പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ച കാര്യത്തിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്നതാണ് സർക്കാരിന്റെ സ്റ്റാൻഡ് എന്ന് മലയാളികൾ, മലപ്പുറംകാർ ഒക്കെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇതിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി സിറാജിന്റെ ഇന്നത്തെ മുഖപ്രസംഗം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമല്ലോ. സമസ്ത AP വിഭാഗത്തിന്റെ മുഖപത്രമാണല്ലോ സിറാജിന്റെ മുഖപ്രസംഗത്തിൽ ഈ മന്ത്രിമാർ ഈ സ്വീകരണത്തിൽ പങ്കെടുക്കരുത്, മുഖ്യമന്ത്രി പങ്കെടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, മന്ത്രിമാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കാം ആ വരി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മതേതര കേരളത്തിന്റെ വികാരം മാനിച്ച് പരിപാടിയിൽ നിന്ന് പിന്മാറണം എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്ന വരി. വെള്ളാപ്പള്ളി നടേശൻ അതേസമയത്ത് എന്താണ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് ഒരു വാക്ക് പോലും പിൻവലിക്കാനില്ല എന്നതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ശ്രീനാരായണീയർക്ക് മലപ്പുറത്ത് പിന്നോക്കാവസ്ഥയാണ്, ലീഗിലെ സമ്പന്നരാണ് മലപ്പുറത്തെ വിദ്യാഭ്യാസ മേഖല നിയന്ത്രിക്കുന്നത്. അതിൽ ലീഗിൻ്റെ തന്നെ ആളുകൾ വന്നിട്ട് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ MESന്റെ പ്രസിഡന്റ് വന്നിട്ട് പറഞ്ഞല്ലോ. അതായത് ഈ സ്ഥാപനം തുടങ്ങുന്നതിനായി അദ്ദേഹം അവിടെ ശ്രമിക്കുകയും അവിടെ പരാജയപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ അദ്ദേഹം പറയുന്നത് വാദത്തിന് വേണ്ടിയെങ്കിലും സമ്മതിക്കാം, പക്ഷേ അദ്ദേഹം അത് ശ്രമിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്.